ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അംഗീകാരം. ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച റിപ്പോർട്ടിന്റെ ഫയൽ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. മുൻ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം. അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ല എന്നായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. പ്രതീക്ഷിച്ച നടപടിയാണെന്നും അജിത് കുമാറിനെ DGP ആക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് അനിവാര്യമെന്നും PV അൻവർ പ്രതികരിച്ചു. ആദ്യം ആ പ്രതികരണം കാണും. പ്രതികരണത്തിലേക്ക് എത്താം. അതിന് മുൻപായി ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തത്സമയമുണ്ട്. ഷഫീദ്, ഇത് ഇപ്പോൾ പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്, അപ്രതീക്ഷിതമായൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ഇതിലെന്താകും കോടതി ഇനി തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നുള്ളതും വളരെ നിർണായകമല്ലേ? ഈ റിപ്പോർട്ട് കോടതി അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? ഇതിൽ മുഖ്യമന്ത്രി പല കാര്യങ്ങൾ PV അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിലെല്ലാം ക്ലീൻ ചിറ്റ് വിജിലൻസ് നൽകുമ്പോൾ അത് ഫയൽ വിളിച്ചു വരുത്തി ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ എന്ത് സൂചനയാണ് അത് നൽകുന്നത്? അനുജ, പൂർണ്ണ അർത്ഥത്തിൽ MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണത്തിന് കൂടുതൽ ബലം പകരുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ആ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. 4 ആരോപണങ്ങൾ. ആ 4 ആരോപണങ്ങളിലും MR അജിത് കുമാർ കുറ്റവിമുക്തനാക്കിയാണ് വിജിലൻസ് സർക്കാരിന് മുൻപിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടാണ് ഇന്നലെ കണ്ണൂരിൽ നിന്ന് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയ ഫയല് അംഗീകരിച്ചതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവി പട്ടികയിലടക്കം MR അജിത് കുമാർ ഇടം പിടിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ചേർത്ത് നിർത്തുന്നു എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട്. ആ ആരോപണത്തിന് ബലം പകരുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ P വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഒരു കേസെടുക്കാമെന്ന ശുപാർശ നൽകിയിട്ടും അതിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലടക്കം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അനധികൃത സ്വത്ത് സമ്പാദനം ആരോപണത്തിൽ കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശ തൊടാതെയാണ് ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സർക്കാർ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം മറ്റു ചില കാര്യങ്ങളിൽ MR അജിത് കുമാറിനെതിരെയുള്ള തൃശൂർ പൂരം കലക്കലടക്കം ഒരു റിപ്പോർട്ട് വരാനിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ തുടർ തീരുമാനം എന്ത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളായിരുന്നു MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചതിൽ. ഏറ്റവും പ്രധാനം ഈ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചു എന്നുള്ളതുമായിരുന്നു. എന്നാൽ ഇതിൽ ബന്ധപ്പെടുത്താൻ MR അജിത് കുമാറിനെ ബന്ധപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വിജിലൻസ് കണ്ടെത്തി. മാത്രമല്ല, കവടിയാറിലെ ആഡംബര വീട് പണിതതിൽ ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് വീട് പണിതത് എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ കുറവൻകോണത്തെ ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറച്ചു വിറ്റു എന്നായിരുന്നു മറ്റൊരു ആരോപണം. എന്നാൽ അത് കരാറായി 8 വർഷത്തിന് ശേഷമാണ് ഫ്ളാറ്റ് വിറ്റതെന്ന്, സ്വാഭാവിക വിലവർധനയാണ് ഫ്ളാറ്റിൽ ഉണ്ടായതെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അങ്ങനെ ഈ മലപ്പുറം SP ഓഫീസിലെ ക്യാമ്പ് ഹൗസിലെ മരമുറി അടക്കമുള്ള വിഷയങ്ങളിൽ MR അജിത് കുമാറിനെ ബന്ധപ്പെടുത്താൻ കഴിയില്ല, ക്രമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് അതിപ്പോൾ മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുന്നു. ഇനി മറ്റു കാര്യങ്ങളിൽ മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനം അത് രാഷ്ട്രീയമായി കൂടി ഏറെ ചർച്ചയാകാൻ പോകുന്നതായിരിക്കും. അനുജ, അതാണ് മുൻ MLA PV അൻവർ ഉന്നയിച്ച ഒന്നിലേറെ ആരോപണങ്ങൾ. ഇപ്പോൾ ഷഫീദ് ചൂണ്ടിക്കാട്ടിയ ഒന്നിലേറെ ആരോപണങ്ങളിലായിരുന്നു MR അജിത് കുമാറിനെ എതിരെയുള്ള വിജിലൻസ് അന്വേഷണം. അതിലാണിപ്പോൾ വിജിലൻസ് നേരത്തെ തന്നെ ക്ലീൻ ചിറ്റ് നൽകിയതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി അതിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്.